ഹായ് ഓൾ, വെൽക്കം ടു മിൻറ്റ്. ഫെബ്രുവരി 7-ാം തീയതി നമ്മുടെ വുമൺ സിവിൽ എക്സൈസ് ഓഫീസറുടെ പരീക്ഷയാണ് അല്ലേ. അപ്പോൾ ഇത് ഡിസ്ട്രിക്ട് വൈഡ് എക്സാം ആണ്. ഏകദേശം 1,72,457 പേരാണ് ഈ ഒരു പരീക്ഷ എഴുതുന്നത്. അപ്പോൾ കോമ്പറ്റീഷൻ വളരെ ടൈറ്റ് ആണ്. അപ്പോൾ നമുക്കറിയാം എന്താണ്, നമുക്ക് വെയിറ്റേജ് മാർക്ക് ഏറ്റവും കൂടുതലുള്ളത് സ്പെഷ്യൽ ടോപ്പിക്കാണ് അല്ലേ. 20 മാർക്കാണ് വെയിറ്റേജ്. അത് നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ മുഴുവൻ മാർക്കും സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സെക്ഷനാണ് നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറയുന്നത്. അതുപോലുള്ള മറ്റ് സെഷൻസാണ് നമ്മൾ PYQs ചെയ്താൽ നമുക്ക് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയാസാണ്. അതൊക്കെ മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി, നമ്മുടെ പ്രാദേശിക ഭാഷയായ മലയാളം, ഇംഗ്ലീഷ് എന്നീ സെഷൻസൊക്കെ. അപ്പോൾ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ PYQസും അതുപോലെ സ്പെഷ്യൽ ടോപ്പിക്കും അതുപോലെ കറണ്ട് അഫെയർസും നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു വെയിറ്റേജ് സ്കോർ ചെയ്യാൻ സാധിക്കും. കൂടാതെ GK പഠിക്കേണ്ട എന്നല്ല അർത്ഥം, നിങ്ങൾ എന്തായാലും എല്ലാ പ്രിപ്പറേഷൻസും ഇങ്ങനെ ലാസ്റ്റ് ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയായിരിക്കും. അപ്പോൾ ഇതിന് കുറച്ചുകൂടി ഊന്നൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു വെയിറ്റേജ് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വുമൺ സിവിൽ എക്സൈസ് ഓഫീസർ തസ്തികയിൽ നിങ്ങൾക്ക് ജോലി നേടാനും സാധിക്കും. അപ്പോൾ ഇതൊരു ലാസ്റ്റ് മൊമെൻ്റ് ആണ്. ഇനി ഒരാഴ്ച കൂടിയുള്ളൂ നിങ്ങൾക്ക് പരീക്ഷയെ ഫേസ് ചെയ്യാം അല്ലേ. അപ്പം നല്ല രീതിയിൽ തന്നെ ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുപ്പുകൾ നടത്തുക. ഇനിയുള്ള സമയങ്ങൾ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷ അച്ചീവ് ചെയ്യാൻ സാധിക്കും. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് നോക്കിയാലോ, നിങ്ങൾ സ്പെഷ്യൽ ടോപ്പിക് എവിടം വരെ എത്തി, നല്ല രീതിയിൽ തന്നെയാണോ പോകുന്നത് എന്നൊക്കെ നമുക്ക് സെൽഫ് അനാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സെഷൻസ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ നോക്കിയേ, അബ്കാരി നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരമാണ് കുറ്റകരമായ ഗൂഢാലോചന കുറ്റകൃത്യമാകുന്നത്? അതേതാണ്? ഈ 55D അല്ലേ, ഓപ്ഷൻ C 55D. നമുക്ക് നോക്കാം എന്താണ്. അബ്കാരി നിയമപ്രകാരം ഒരു കുറ്റകൃത്യം ചെയ്യാൻ ഗൂഢാലോചന നടത്തുന്നത് സെക്ഷൻ 55D പ്രകാരം ശിക്ഷാർഹമാകുന്നതാണ്. അതുപോലെ സെക്ഷൻ 8(1) and 2 എന്ന് പറഞ്ഞാൽ എന്താണ്? വ്യാജമദ്യം നിർമ്മിക്കുന്നതും കൈവശം വെക്കുന്നതും വിൽക്കുന്നതും നിരോധിക്കുന്നു. സെക്ഷൻ 55I എന്താണ്? മദ്യം അനധികൃതമായി വിൽക്കുന്നത്. സെക്ഷൻ 55G എന്താണ്? വാഷ് അല്ലെങ്കിൽ മദ്യം ഉണ്ടാക്കാനുള്ള ഉപകരണങ്ങൾ കൈവശം വെക്കുന്നത്. സെക്ഷൻ 15C എന്താണ്? പൊതുസ്ഥലത്തിരുന്ന് മദ്യപിക്കുന്നത് കുറ്റകരമാണ്. അടുത്തത് എന്താണ്? സെക്ഷൻ 55H മദ്യപാനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പരസ്യങ്ങൾ നൽകുന്നത് നിരോധിക്കുന്നു അല്ലേ. അപ്പോൾ ഓർത്ത് വെക്കുക, 55D എന്ന് പറഞ്ഞാൽ കുറ്റകരമായ ഗൂഢാലോചന, 55E എന്ന് പറഞ്ഞാൽ എന്താണ്? വ്യാജമായ അടയാളങ്ങൾ ഉപയോഗിക്കുന്നത്, 55I എന്ന് പറയുന്നത് സിനിമാ തിയേറ്ററുകളിൽ മുന്നറിയിപ്പില്ലാതെ മദ്യപാന രംഗങ്ങൾ പ്രദർശിപ്പിക്കുന്നത്, 15A എന്ന് പറയാനുള്ളത് എന്താണ്? മദ്യപിക്കാനുള്ള കുറഞ്ഞ പ്രായം നിലവിൽ 23 വയസ്സായി ഉയർത്തിയത് അല്ലേ. അപ്പം എന്താണ്? അബ്കാരി നിയമപ്രകാരം അറസ്റ്റ് ചെയ്യാനും പരിശോധന നടത്താനും എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് പോലീസിന് തുല്യമായ അധികാരങ്ങൾ നൽകുന്ന വകുപ്പാണ് സെക്ഷൻ 30A എന്ന് പറയുന്നത് കേട്ടോ, 30A. അപ്പോൾ അബ്കാരി നിയമപ്രകാരം എത്ര വയസ്സ് മുതലുള്ളവർക്കാണ് മദ്യം കൈവശം വെക്കാനും ഉപയോഗിക്കാനും അനുവാദമുള്ളത്? എത്ര വയസ്സ് മുതൽ? 23 വയസ്സ് അല്ലേ. 23 വയസ്സും അതിന് മുകളിലുള്ളവർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, മദ്യം കൈവശം വെക്കാനും ഉപയോഗിക്കാനുള്ള അധികാരമുള്ളൂ. കേരളത്തിൽ മദ്യം വാങ്ങുന്നതിനും ഉപയോഗിക്കുന്നതിനുമുള്ള പ്രായപരിധി 23 വയസ്സാണ്. അത് 2017 എന്ത് ചെയ്തിരിക്കുന്നത്? 21 നിന്ന് 23 ഉയർത്തിയത്. ഇനി എന്താണ് ഈ മദ്യത്തിൻ്റെ നിർവചനം? എന്താണ്? അബ്കാരി നിയമത്തിലെ സെക്ഷൻ 3(10) പ്രകാരം മദ്യം എന്നതിൽ സ്പിരിറ്റ്, വൈൻ, കള്ള്, ബിയർ, ചാരായം എന്നിവ ഉൾപ്പെടുന്നു. അതുപോലെ ചാരായ നിരോധനം ആരാണ് കൊണ്ടുവന്നത്? നമ്മുടെ മുൻ മുഖ്യമന്ത്രിയായ A.K. ആന്റണി അല്ലേ. 1996 ഏപ്രിൽ 1 കേരളത്തിൽ ചാരായം നിരോധിച്ചത്. ഇപ്പം സെക്ഷൻ 15A എന്താണ്? 23 വയസ്സിന് താഴെയുള്ളവർ മദ്യം ഉപയോഗിക്കുന്നത് തടയുന്നു. സെക്ഷൻ 15C എന്താണ്? പൊതുസ്ഥലത്തിരുന്നുള്ള മദ്യപാനം നിരോധിക്കുന്നു. സെക്ഷൻ 8 വ്യാജ മദ്യ നിർമ്മാണത്തിനും വിൽപ്പനയ്ക്കും എതിരെയുള്ള ശിക്ഷാ നടപടികൾ. അടുത്തത്, താഴെ പറയുന്ന ദിവസങ്ങളിൽ ഏത് ദിവസമാണ് അബ്കാരി ആക്ട് പ്രകാരം ഡ്രൈ ഡേ ആയി വിജ്ഞാപനം ചെയ്തിട്ടുള്ളത്? അതേതാണ്? ഓപ്ഷൻ A ദുഃഖവെള്ളി അല്ലേ, ദുഃഖവെള്ളി. കേരളത്തിൽ മദ്യനിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ള ദിവസങ്ങളെയാണ് നമ്മൾ ഡ്രൈ ഡേ എന്ന് വിളിക്കുന്നത്. അപ്പോൾ കേരള അബ്കാരി നിയമപ്രകാരം പ്രധാനപ്പെട്ട ഡ്രൈ ഡേകൾ ഏതൊക്കെയാണ്? 1 എല്ലാ ഇംഗ്ലീഷ് മാസത്തെയും 1-ാം തീയതി, ഗാന്ധി ജയന്തി, ശ്രീനാരായണ ഗുരു ജയന്തി, ശ്രീനാരായണ ഗുരു സമാധി, ദുഃഖവെള്ളി, അതുപോലെ തിരഞ്ഞെടുപ്പ് ദിവസങ്ങൾ. താഴെ പറയുന്നവയിൽ എക്സൈസ് വകുപ്പിൽ ഏത് ഉദ്യോഗസ്ഥനും അതിന് മുകളിൽ ഉള്ളവർക്കുമാണ് കള്ളുഷാപ്പുകളിൽ പരിശോധന നടത്തുവാൻ അധികാരമുള്ളത്? ആർക്കാണ്?
എക്സൈസ് പ്രിവെന്റീവ് ഓഫീസർ മുതൽ മുകളിൽ. അപ്പോൾ അബ്കാരി നിയമപ്രകാരം മദ്യശാലകളിൽ കള്ളുഷാപ്പ്, വിദേശ മദ്യഷാപ്പ് തുടങ്ങിയവ പരിശോധന നടത്താനും കേസ് എടുക്കാനുമുള്ള അധികാരം എക്സൈസ് പ്രിവെന്റീവ് ഓഫീസർ റാങ്കിന് മുകളിലുള്ള ഉദ്യോഗസ്ഥർക്കാണ്. അടുത്തത് NDPS നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരമാണ് വധശിക്ഷ നൽകുന്നത്? ഏതായിരുന്നു? 31A അല്ലേ? അപ്പൊ NDPS എന്താണ്? നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് NDPS ആക്ട് ഓർക്കുക. അപ്പൊ ഇത് 1985 നവംബർ 14 നിലവിൽ വന്നത്. ഇതിന് അംഗീകാരം ലഭിച്ചത് 1985 സെപ്റ്റംബർ 16. പ്രധാനപ്പെട്ട ഭേദഗതികൾ നടന്നത് 1988, 2001, 2014 കാലങ്ങളിൽ. അപ്പോൾ NCB ഈ നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് NDPS ആക്ട് പ്രകാരം 1986 മാർച്ചിലാണ് എന്ത് വന്നത്? നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ അഥവാ NCB നിലവിൽ വന്നത്. ഇനി NDPS നിയമപ്രകാരം മരണശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഏതാണ്? സെക്ഷൻ 31A. എന്താണ് ഈ 31A? ലഹരി മരുന്ന് കേസുകളിൽ ഒരേ കുറ്റം ആവർത്തിച്ചു ചെയ്യുന്നവർക്ക് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ വധശിക്ഷ നൽകാൻ ഈ വകുപ്പ് വ്യവസ്ഥ ചെയ്യുന്നു. ഇനി സെക്ഷൻ 30 എന്താണ്? കുറ്റം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതിനെ കുറിച്ചോ ഗൂഢാലോചന നടത്തുന്നതിനെ കുറിച്ചോ ആണ് പ്രതിപാദിക്കുന്നത്. സെക്ഷൻ 31 കുറ്റം ആവർത്തിക്കുന്നവർക്ക് ലഭിക്കേണ്ട വർദ്ധിപ്പിച്ച ശിക്ഷയെക്കുറിച്ച് പറയുന്നു. സെക്ഷൻ 34 ലൈസൻസ് നിബന്ധനകൾ ലംഘിക്കുന്നതുമായി ബന്ധപ്പെട്ടത്. അപ്പോൾ നിശ്ചിത അളവിൽ കൂടുതൽ ലഹരി മരുന്ന് കൈവശം വെച്ച് വീണ്ടും പിടിക്കപ്പെടുന്നവർക്ക് കടുത്ത ശിക്ഷയായി മരണശിക്ഷ നൽകാൻ കോടതിക്ക് അനുവാദം നൽകുന്ന വകുപ്പാണ് ഇത്? സെക്ഷൻ 31A എന്ന് പറയുന്നത്. അടുത്തത് 15 കിലോഗ്രാം കഞ്ചാവ് കൈവശം വെച്ച് കടത്തിക്കൊണ്ടുവന്ന ഒരു വ്യക്തിക്കെതിരെ NDPS നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്യുന്നത്? ഏതാണ്? ഓപ്ഷൻ ബി 20B(2)(b). അപ്പം നമുക്ക് നോക്കാം എന്താണ് NDPS ആക്ട് സെക്ഷൻ 20 എന്ന് പറയുന്നത് കഞ്ചാവ് കൈവശം വെക്കുന്നതിനും കടത്തുന്നതിനും നൽകേണ്ട ശിക്ഷകളെ കുറിച്ച് പ്രതിപാദിക്കുന്നു. അപ്പോൾ ഈ ശിക്ഷയുടെ അളവ് എന്തിനാ വെച്ചാൽ നിർണ്ണയിക്കുന്നത്? നമ്മുടെ കയ്യിലുള്ള കഞ്ചാവിൻ്റെ വെയിറ്റിനനുസരിച്ചാണ് നമ്മുടെ ശിക്ഷ ഏത് ശിക്ഷയാണ് ലഭിക്കേണ്ടതിനെ പറ്റി നമുക്ക് ഏത് ശിക്ഷാ നടപടിയാണ് ഇവർക്ക് വേണ്ടതെന്ന് നിശ്ചയിക്കുന്നത്. ഓർത്ത് വെക്കുക. സെക്ഷൻ 20 എന്താണ്? NDPS ആക്ടിലെ സെക്ഷൻ 20 എന്ന് പറയുന്നത് കഞ്ചാവ് കൈവശം വെക്കുന്നതിനും കടത്തുന്നതിനും നൽകേണ്ട ശിക്ഷകളെ കുറിച്ച് പ്രതിപാദിക്കുന്നു. ശിക്ഷയുടെ അളവ് നിർണ്ണയിക്കുന്നത് കൈവശം വെച്ചിരിക്കുന്ന കഞ്ചാവിന്റെ തൂക്കത്തെ അടിസ്ഥാനമാക്കിയാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ 3 തിരിച്ചിട്ടുണ്ട്. അപ്പൊ ഒന്ന് ചെറിയ അളവ് സ്മോൾ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് എന്താണ്? 1 കിലോഗ്രാം വരെ. ഇത് സെക്ഷൻ 20B(2)(a) പ്രകാരമാണ് ശിക്ഷ ലഭിക്കുക. ഇനി ഇടത്തരം അളവ്, അതായത് 1 കിലോഗ്രാമിന് മുകളിൽ എന്നാൽ 20 കിലോഗ്രാമിൽ താഴെ, ഇതിന് സെക്ഷൻ 20B(2)(b) പ്രകാരമാണ് കേസ് എടുക്കുന്നത്. ഇനി വാണിജ്യ അളവ്, അതായത് 20 കിലോഗ്രാമും അതിനു മുകളിൽ, ഇതിന് സെക്ഷൻ 20B(2)(c) പ്രകാരമാണ് ശിക്ഷ എടുക്കുക. ഇനി ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സ്പെസിഫിക്കേഷൻ പ്രകാരം റെക്ടിഫൈഡ് സ്പിരിറ്റ് റെക്ടിഫിക്കേഷനിലൂടെയോ റീഡിസ്റ്റിലൈസേഷനിലൂടെയോ വേർതിരിച്ചെടുക്കുമ്പോൾ ലഭിക്കുന്ന സ്പിരിറ്റ് അറിയപ്പെടുന്നത് എന്താണ്? ന്യൂട്രൽ സ്പിരിറ്റ് അല്ലേ? ന്യൂട്രൽ സ്പിരിറ്റ്. അപ്പം എന്താണ്? റെക്ടിഫൈഡ് സ്പിരിറ്റിനെ റെക്ടിഫിക്കേഷൻ വഴിയോ റീഡിസ്റ്റിലേഷൻ വഴിയോ കൂടുതൽ ശുദ്ധീകരിച്ച് മണവും രുചിയും ഇല്ലാത്ത അവസ്ഥയിൽ എത്തിക്കുന്നതിനെയാണ് ന്യൂട്രൽ സ്പിരിറ്റ് എന്ന് വിളിക്കുന്നത്. ഇത് സാധാരണയായിട്ട് വോഡ്ക പോലുള്ള ലിക്കറിലാണ് ഇത് ഉപയോഗിക്കുന്നത്. അടുത്തത് സ്പിരിറ്റ് പാനയോഗ്യമല്ലാതെ ആക്കി മാറ്റുവാൻ താഴെ പറയുന്നതിൽ ഏത് വസ്തുവാണ് ഉപയോഗിക്കുന്നത്? ഏതാണ്? താഴെ പറയുന്നതിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ക്രൂഡ് പിരിഡിൻ. അപ്പം എന്താണ്? ക്രൂഡ് പിരിഡിൻ കൂടാതെ റബ്ബർ ഓയിൽ, മെത്തനോൾ, അതുപോലെ കാസ്റ്റർ ഓയിൽ ഇതൊക്കെ ഉപയോഗിക്കാറുണ്ട്. എന്താണ്? ഈ സ്പിരിറ്റിനെ ഒന്നെങ്കിൽ വിഷാംശമുള്ളതാക്കുക, അല്ലെങ്കിൽ എന്താണ് രൂക്ഷഗന്ധം ഉണ്ടാക്കിയിട്ട് ഇത് കുടിക്കാൻ യോഗ്യമല്ലാതാക്കാൻ വേണ്ടിയാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പം എന്താണ്? വ്യാവസായിക ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന സ്പിരിറ്റ് ആളുകൾ കുടിക്കാതിരിക്കുവാൻ അതിൽ വിഷാംശമുള്ളതോ രൂക്ഷഗന്ധമുള്ളതോ ആയ വസ്തുക്കൾ ചേർക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡീനേച്ചറിങ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ക്രൂഡ് പിരിഡിൻ എന്താണ്?
അരോചകമായ ഗന്ധമുള്ളതിനാൽ സ്പിരിറ്റ് പാനയോഗ്യമല്ലാതാക്കാൻ വ്യാപകമായി ഉപയോഗിക്കുന്നതാണ് ക്രൂഡ് പിരിഡിൻ. അതുകൂടാതെ എന്തൊക്കെയാണ്? മെത്തനോൾ, റബ്ബർ ഓയിൽ, കാസ്റ്റർ ഓയിൽ മുതലായവ ഉപയോഗിക്കുന്നു. ഇനി ഡിസ്റ്റിലറികളിൽ മദ്യനിർമ്മാണത്തിനായി ഉപയോഗിക്കുന്ന മൊളാസസുകൾ കടത്തിവിടുന്ന പൈപ്പുകളുടെ നിറം ഏതായിരുന്നു? നീല നിറം. ഓർത്തു വെക്കുക, നീല നിറം. അപ്പോൾ എക്സൈസ് നിയമങ്ങൾ പ്രകാരം ഡിസ്റ്റിലറികളിൽ ഓരോ ദ്രാവകവും കടന്നു പോകുന്ന പൈപ്പുകൾ തിരിച്ചറിയാൻ പ്രത്യേക നിറങ്ങൾ നൽകിയിട്ടുണ്ട് അല്ലേ? അപ്പം നീല എന്തിനു വേണ്ടിയാണ്? മൊളാസിസ് കടത്തിവിടുന്ന പൈപ്പുകൾക്കാണ് നീല നിറം നൽകുന്നത്. ഇനി മഞ്ഞയോ? സ്പിരിറ്റ് കടന്നു പോകുന്ന പൈപ്പുകൾക്കാണ് മഞ്ഞ നിറം നൽകുന്നത്. പച്ചയോ? വെള്ളം കടന്നു പോകുന്ന പൈപ്പുകൾക്കാണ് നമ്മൾ പച്ച നിറം നൽകുന്നത്. അടുത്തത് ചുവപ്പ്. എന്താണ്? തീപിടുത്തം തടയാനുള്ള പൈപ്പുകൾക്കാണ് ചുവപ്പ് നിറം നൽകുന്നത്. അപ്പോൾ നിറങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നിങ്ങൾ നോക്കണം, ഡിസ്റ്റിലറികളിൽ ദ്രാവകങ്ങൾ കടന്നു പോകുന്ന നിറങ്ങളൊക്കെ നന്നായിട്ട് തന്നെ പഠിക്കുക. അപ്പോൾ നമ്മളിത് പാർട്ട് 1 സെഷനാണ്, പാർട്ട് 2 ഉണ്ടാവും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എന്തെങ്കിലും നിങ്ങൾക്ക് നിർദ്ദേശങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. കൂടാതെ PSC റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, എന്തെങ്കിലും ഡൗട്ട്സോ എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ടോ ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നമ്മുടെ ഡൗട്ട് ഫോമിൽ ഫില്ല് ചെയ്ത് ചോദിക്കാവുന്നതാണ്. കൂടാതെ നമുക്കറിയാം എല്ലാം ഇപ്പോൾ എന്താണ് വളരെ ഫോക്കസ്ഡ് ആയിട്ടാണ് ഓരോരോ എക്സാംസിന് വേണ്ടിയിട്ടും ക്ലാസ്സുകൾ പോകുന്നത്. അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പരീക്ഷയ്ക്ക് ഫോക്കസ് ചെയ്ത് പഠിക്കണം എന്ന് താല്പര്യമുള്ളവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ മിൻറ്റിൻ്റെ എന്ത് ചെയ്യുക, കോഴ്സിന് ജോയിൻ ചെയ്യുക, നല്ല രീതിയിൽ പഠിക്കുക. എന്തെങ്കിലും ഫീ ഡിഡക്ഷനോ മറ്റോ ആവശ്യമുണ്ടെങ്കിൽ LJ002 എന്ന് പറയുന്ന കോഴ്സ് കോഡ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം ഡിഡക്ഷനും ലഭിക്കുന്നതാണ്. അപ്പോൾ നല്ല രീതിയിൽ പഠിക്കുക. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ഒരു ഗവൺമെൻറ് ജോലി നിങ്ങൾക്കും ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.